ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ എന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോയില്ലേ രാധമേ? ഇനി അതൊക്കെ മറന്നേക്ക്. അതേമേ, മാഡം പറഞ്ഞതാ ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാധമയെ തിരിച്ചു കിട്ടിയില്ലേ? അതിലിപ്പുറം സന്തോഷം എന്താ ഞങ്ങൾക്ക് കിട്ടണ്ടേ? എന്നാലും ചിലതൊക്കെ ഓർക്കുമ്പോ അമ്മേ മതി. അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ ഞാനും അമ്മയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്കും മാപ്പ് തരണം. പക്ഷേ സത്യം സത്യമായിട്ട് പറയണമല്ലോ. മാഡം മാത്രം അമ്മയെ ഒരു കുറ്റവും പറഞ്ഞില്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ അനുവദിച്ചിട്ടുമില്ല. രാധമേ, മീനുങ്ങള് വലിയ സന്തോഷത്തില്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അമ്മയെ ഈ അമ്പലത്തിൽ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മുടെ അച്ഛനാ. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മയുടെ മാറ്റം കണ്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും അച്ഛൻ തന്നെയാ. അത് ശരിയാ മോനെ, അതെനിക്കറിയാം. വേണുവേട്ടിന് ഉറക്കമേ ഇല്ലായിരുന്നു. അച്ഛാ, ഇവൻ ജനിച്ച പിന്നെ 10-26 പിറന്നാളാഘോഷങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പിറന്നാളാഘോഷം ഇതാ. എന്റെ രാധമ്മയുടെ പരിഭവമൊക്കെ പെട്ടെന്ന് മാറിയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വല്ലാത്ത അത്ഭുതം തന്നെയാ. ഹൃദയം കൊണ്ട് ഒന്നായി മാറിയ ഭാര്യാഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ പിണങ്ങുമ്പോ മറ്റേയാൾക്കുണ്ടാകുന്ന മാനസിക വേദന ചെറുതല്ല. അത് അനുഭവിച്ചവർക്കേ അറിയൂ. കുറെ കൂടി കഴിയുമ്പോ മോൾക്കത് ശരിക്കും മനസ്സിലാവും. എനിക്കത് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലേ. എന്റെ സഹധർമ്മിണിയുടെ ബാധ ഒഴിഞ്ഞുപോയ സുന്ദര മുഖമൊന്ന് കാണാൻ ഞാൻ എത്ര ദിവസമായി ആഗ്രഹിക്കുന്നു അറിയാമോ? ഈ ചിങ്ങമാസത്തിന് ഇത്രയും ഭംഗി തോന്നുന്നത് കർക്കിടകത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നത് കൊണ്ടാ. നമ്മൾ അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോ ഈ സന്തോഷത്തിന് ഇരട്ടി മധുര. എന്നാ നമുക്ക് പോവാ. രാധമ്മയുടെ ഈ മാറ്റം കാണുമ്പോ കൊച്ചമ്മണിയുടെ മനസ്സില് ഒരു ലഡു പൊട്ടും. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്. എന്താ അമ്മേ? എല്ലാവരെയും ശരിക്കൊന്ന് പറ്റിക്കാനുള്ള അവസരം കൂടിയാ. രാധമ എന്താന്ന് പറയേ? ഇത്രയും ദിവസം ഞാനും ഋതുമോളും തമ്മിൽ ശത്രുക്കളായിരുന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്ന എല്ലാവരും സംശയിക്കും. അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി ജയനെയും ജയന്റെ അമ്മയും ഒന്നും ഈ കാര്യം ഒന്നും അറിയിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പ്രിയ അറിയണ്ട. തൽക്കാലം വഴക്കായിട്ട് തന്നെ നിൽക്കട്ടെ. അത് കുഴപ്പമില്ല. എന്ന് വെച്ച് തമാശയായി പോലും എന്റെ മോളെ ഞാൻ വഴക്ക് പറയില്ല കേട്ടോ. പറഞ്ഞതിനൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഉരുകിക്കൊണ്ടിരിക്കുക. രാധമ്മയും ഋതുമോളും വഴക്ക് തുടർന്ന കൊച്ചമ്മണിയുടെ തനി സ്വഭാവം കാണാൻ പറ്റും.